പ്രിയമുള്ളവരെ, അസ്സലാമു അലൈക്കും. 1445 ദുൽഹജ്ജ് 23 ഇന്ന് സുബ്ഹി നമസ്കാരത്തോടു കൂടി അങ്ങാടിപ്പുറത്തുള്ള പുല്ലൂർ ശങ്കാട്ടിൽ മജീദിൻ്റെ വീടിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞു. ആ വീടാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ പുറംഭാഗം കണ്ട് നമ്മളിങ്ങനെ അകത്തോട്ട് കയറാണ്. അകത്തൊക്കെ ഒന്ന് കണ്ട് നോക്കിയിട്ട് നമുക്ക് വീഡിയോ എടുക്കാം. ഇങ്ങനെ സിറ്റ് ഔട്ടാണ്. ഇതിങ്ങനെ കയറി വന്നാൽ ഹാളാണ്. ലൈറ്റില്ലേ? ഇതിങ്ങനെ കണ്ടിട്ടില്ല. ഇത് മൊത്തത്തിൽ എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട്? 2600. ശരി, 2600 സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണ്. ഒന്ന് ഇതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞത്. ഇതെങ്ങനെ കിച്ചണായിട്ട് ഉപയോഗിക്കുന്നുണ്ട്? ഇതല്ലേ കിച്ചണ്? കിച്ചണാണ്. ഇതിലിട്ടു. ഇത് ഡൈനിങ് ഹാളാണ്. വിശാലമായ ഡൈനിങ് ഹാള്, നല്ല സൗകര്യമുള്ള സ്ഥലമാണ്. അപ്പോൾ ഇവിടുത്തെ ഇന്നത്തെ സുബ്ഹി നിസ്കാരത്തോടു കൂടി ഇവല്ലേ ഇത് ഇവിടെ കയറാൻ പറ്റുമോ? ഇത് വേറെ ബെഡ്റൂമാണ്. ഇല്ലല്ലേ? 2200 അല്ലേ? 2200 സ്ക്വയർ ഫീറ്റാണ്. നേരെ കയറല്ലേ? ഈ അപ്സ്റ്റെയറിന് കൂടെ ഒന്ന് കാണാം. ഉണ്ടോ? നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ്. അത് പുഴ തൊട്ടടുത്ത് കൂടി പുഴയാണ് പോകുന്നത്. അപ്സ്റ്റെയറാണ് കാണുന്നത്. അപ്സ്റ്റെയറിൽ ബെഡ്റൂമാണ് ഈ കാണുന്നത്. ഇവിടെ ഒരു ഓപ്പൺ ഏരിയ ഉണ്ട്. നല്ല ഒരു സൈറ്റാണ്. പുറത്തുകൊക്കെ എല്ലാ കാഴ്ചയുള്ള ഒരു സ്ഥലമാണ്. അല്ലോ ഇവിടെയൊക്കെ ഇവിടെ ഇങ്ങനെ ഈ റൂമിൽ നിന്ന് നല്ല സൗകര്യത്തിൽ നമുക്ക് ഈ പുഴ കണ്ടോ? പുഴ നല്ല പച്ചപ്പുള്ള നല്ല ഏരിയയാണിത്. അപ്പോൾ വളരെ വളരെ സൗകര്യപ്രദമായൊരു സ്ഥലമാണ്. വീട് വെക്കാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലത്താണ് ഇപ്പോൾ ഈ വീട് വെച്ചിട്ടുള്ളത്. ബെഡ്റൂം പിന്നെ അത് ടോയ്ലറ്റാണ്. അപ്പോൾ അത്ര ഇപ്പോൾ പിന്നെ ഇപ്പം മേലെ കഴിഞ്ഞില്ലേ? എവിടെ? അത് കണ്ടില്ല. ഇത് വേറെ റൂമാണ്, ബെഡ്റൂമാണ്. പിന്നെ അബ്ദുൽ മജീദിൻ്റെ മകനല്ലേ? ഇപ്പം എന്ത് ചെയ്യണം? പഠിക്കുക? അക്കൗണ്ടിങ് പഠിക്കുക അല്ലേ? ആരപ്പോൾ ഗൾഫിലുള്ളത്? ബ്രദർ ജാസ്മിനല്ലേ? അപ്പം നിങ്ങൾ എത്ര പേരാ? 4 ആള്. ശരി. ഇപ്പം എവിടെയാണ് പഠിക്കേണ്ടത്? എങ്ങനെ? പേരുണ്ടല്ലേ? ശരി. എന്നാ ശരി. ഇപ്പം ആയില്ലേ? ഫുള്ളായി കണ്ടില്ലേ? പിന്നെ ഇനിയിപ്പോൾ ഒന്നും ഇല്ലല്ലോ. വീടിൻ്റെ ഫുള്ളും നമ്മൾ കണ്ടു കഴിഞ്ഞു. അവർ നിർത്തുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം.
ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം മറക്കരുത്. ഓക്കെ, അസ്സലാമു അലൈക്കും. ഇവിടെ കുറഞ്ഞെടുത്ത എൻ്റെ പേര് കുട്ടാ നമ്മള് വീട്ടിലാന്ന് പറഞ്ഞു നിങ്ങള് ഏതാണ് അല്ലല്ല അത് മധുരമാ കുഴപ്പമില്ലല്ലോ. അത് എടുക്കാറുണ്ട്. കുഴപ്പമില്ലല്ലോ. എന്നാലും തിന്നുകൊണ്ട് എടുക്കട്ടെ. എന്നല്ലേ ഇത് തിന്നുകൊണ്ട് എടുക്കണമെന്നല്ല. മധുരല്ല കൊടുത്താ അവിടെ മധുരല്ല അവിടെ മധുരല്ലാതെ